അപ്പോൾ അയാൾ റിറ്റാലിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ എനിക്കറിയാം. സീക്രറ്റ്സ് വിസ്പർ ചെയ്യാറുണ്ടല്ലേ? ദ റാറ്റ് വിസ്പറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. മെഡീവൽ ജർമ്മനിയിൽ ഒരു ലെജൻഡ് ഉണ്ട്, ദ പൈഡ് പൈപ്പർ, ദ ലെജൻഡ് ഓഫ് ദ പൈഡ് പൈപ്പർ ഓഫ് ഹാമലിൻ. നമ്മൾ പല ആൾക്കാർക്കും പരിചിതമായ ഒരു സ്റ്റോറിയാണിത്. കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവാം. ഹാമലിൻ എന്ന് പറഞ്ഞ ചെറിയ പ്രോവിൻസിലെ എലികളുടെ ശല്യം കൂടുതലായപ്പോൾ ജനങ്ങൾക്ക് പ്ലേഗ് വന്നു തുടങ്ങി. പ്ലേഗ് വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. റാറ്റിനെ പോയിസൺ ചെയ്യുക, അതിനെ ട്രാപ്പുകൾ വെച്ച് പിടിക്കുക. പക്ഷേ എങ്കിലും ഈ റാറ്റ് പെരുകുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? ഒരു ദിവസം ആ സ്ഥലത്തെ മേയറും അവിടുത്തെ ആൾക്കാരും എല്ലാം കൂടി ആലോചിച്ച് ഇരിക്കുമ്പോൾ ദേണ്ടട അവരുടെ മുന്നിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. ഹീ ഈസ് ദ പൈഡ് പൈപ്പർ. പൈഡ് എന്ന് വിളിക്കുന്നത് അയാൾ ഭയങ്കര രസമുള്ള മോട്ടിൽ ഡ്രസ് എന്ന് പറയും, വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്. പൈപ്പർ എന്ന് വിളിക്കുന്ന അയാളുടെ കയ്യിൽ ഒരു സിൽവർ പൈപ്പ് ഉണ്ടായിരുന്നു. അയാൾ അവരോട് പറഞ്ഞു, നിങ്ങൾ 1000 grams എനിക്ക് തന്നാൽ ഈ റാറ്റുകളെ മുഴുവൻ ഞാൻ കൊണ്ടുപോയി വീസർ നദിയിൽ ഒഴുക്കിവിടാം. അങ്ങനെ അവിടുത്തെ മേയറും ജനങ്ങളോട് കൂടി അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് 1000 grams തരാം, നിങ്ങൾ ഞങ്ങളെ ഈ എലികളിൽ നിന്നും, ഈ പെസ്റ്റിലൻസിൽ നിന്നും, പ്ലേഗിൽ നിന്നും രക്ഷപ്പെടുത്തും. അങ്ങനെ പൈഡ് പൈപ്പർ അയാളുടെ കുഴലൂതാൻ തുടങ്ങി. സിൽവർ പൈപ്പ് ഊതി ഈ റാറ്റുകളെല്ലാം ആ പ്രോവിൻസിലെ സ്ട്രീറ്റിലൂടെ ഇയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇയാൾ പോയി അവസാനം വീസർ നദി, ജർമ്മനിയിലെ വീസർ നദിയിൽ കൊണ്ടുപോയി ഈ റാറ്റുകളെ നിക്ഷേപിച്ചു. ഇയാൾ തിരിച്ചു വന്നു. ഇയാൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മേയറും ആൾക്കാരും കൈമലത്തിക്കൊണ്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ കൈ പണമില്ല. അപ്പോൾ അയാൾ റിറ്റാലിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇതിനുള്ള പ്രതികാരം ചെയ്യാൻ എനിക്കറിയാം. അയാൾ പിന്നെ അയാളുടെ കുഴലെടുത്ത് ഊതാൻ തുടങ്ങി. അവിടുത്തെ കുട്ടികൾ ഏകദേശം 130ഓളം എന്ന് ചരിത്രം പറയുന്നു. കുട്ടികൾ ഫോളോ ചെയ്യാൻ തുടങ്ങി ഇയാളെ. ഇദ്ദേഹം ഈ കുട്ടികളുമായി സ്ട്രീറ്റുകളിലൂടെ സഞ്ചരിച്ച് അവസാനം വീസർ നദിയെ ഉന്മുഖമായി ഇയാൾ പോയി അവസാനം അപ്രത്യക്ഷമാവുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ 130ഓളം കുട്ടികൾ ഉൾപ്പെടെ. ഇതൊരു ലെജൻഡാണ്. പക്ഷെ നമ്മൾ ഈ ഇത്രയും വലിയൊരു ലെജൻഡറി സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത് എന്താണ്? സംബഡി ഹൂ ക്യാൻ അട്രാക്ട് റാറ്റ്സ്, സംബഡി ഹൂ ഹാസ് ഗോട്ട് മാജിക് ഇൻ ഹിസ് ഫിംഗർ ടിപ്സ്. ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നോക്കിയാൽ ഇതിനോട് വളരെ അടുത്തടുപ്പിച്ച് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത ഒരു വിശുദ്ധനുണ്ട്. ഒരു സ്കോട്ടിഷ് നോബിൾ മാൻ്റെയും ഒരു ഫ്രീഡ് ആഫ്രിക്കൻ സ്ലേവിൻ്റെയും മകനായി ജനിച്ച മാർട്ടിൻ ഡെ പോറസ്. ഈ മാർട്ടിൻ ഡെ പോറസ് ഡൊമിനിക്കൻ ഒരു ബ്രദറായിട്ട് തൻ്റെ ഫ്രയറിയിൽ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ പെറുവിലുള്ള ലീമ എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ഫ്രയറിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഇൻമേറ്റ്സിനെല്ലാം പ്ലേഗ് ബാധ ഉണ്ടായി തുടങ്ങി. ഈ പ്ലേഗ് ബാധ അവിടെ ഉണ്ടായതും എലികൾ മൂലമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായി. കുറച്ച് പേരെ ഐസൊലേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കാൻ തുടങ്ങി. നമുക്കിപ്പോൾ കൊറോണയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് അറിയാം, അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മെത്തേഡ്സും ആധുനിക ചികിത്സയും ഒന്നും ഇല്ലാത്ത കാലത്ത് എന്തുമാത്രം ആൾക്കാർ ഇതിനെ ഭയപ്പെട്ടിരുന്നു. അവരെല്ലാം കൊണ്ടുപോയി വേറെ താമസിപ്പിക്കുകയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാർട്ടിൻ ഡെ പോറസ് എന്ന് പറഞ്ഞ ഈ വിശുദ്ധനായ ഈ ഒരു ലേ ബ്രദറിന് ഭയങ്കരമായിട്ടുള്ള ഹൃദയവേദനയായിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയിലുമൊക്കെ കഴിഞ്ഞിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഫ്രയറായിട്ട് അവിടെ കൂടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കറുത്ത നിറം കാരണം ഒരു സ്ലേവിൻ്റെ മകനെ മുള്ളറ്റ് ഡോഗ് എന്ന് വരെ വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഇവർക്ക് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ വന്നതിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് വേദനിക്കുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മിറക്കുലസ്, ദൈവം അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്ത മിറക്കുലസ് പവേഴ്സ് ഉപയോഗിച്ച് ഈ അടച്ചു പൂട്ടി ഇട്ടിരുന്ന ഐസൊലേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫെലോ ഫ്രയേഴ്സിൻ്റെ മുറികളിലേക്ക് അദ്ദേഹം അടച്ച മുറികളിൽ കയറി അവരെ സാന്ത്വനപ്പെടുത്തുകയും ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. പല ആൾക്കാരെ അദ്ദേഹത്തിന് സുഖപ്പെടുത്താനും സാധിച്ചു. കാരണം കുട്ടിക്കാലത്ത് തൻ്റെ സഹോദരി ഉണ്ടായതിനു ശേഷം അപ്പൻ, നോബിൾ മാനായിരുന്ന അപ്പൻ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം മാർട്ടിൻ ഡെ പോറസ്
ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് തൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നതും തൻ്റെ അമ്മയെയും തൻ്റെ സഹോദരിയെ സംരക്ഷിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ബാർബർ സർജൻ്റെ കൂടെ ഒരു അപ്രൻറ്റീസായിട്ട് വർക്ക് ചെയ്യുകയും അങ്ങനെ വൈദ്യശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടുകയും അതിലുള്ള എക്സ്പെർട്ടൈസ് ഭയങ്കരമായിട്ട് അദ്ദേഹം അവിടുന്ന് ലേൺ ചെയ്ത് അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പല ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ ഫ്രയറിയിൽ തന്നെ സുഖപ്പെടുത്തുകയും കൂടാതെ ടെർമിനലി ഇല്ലായിട്ടുള്ള പല ആൾക്കാരും മാർട്ടിൻ ഡെ പോറസിൻ്റെ അരികെ വരികയും അവരെ അത്ഭുതകരമായി സുഖപ്പെടുത്തി അദ്ദേഹം തിരിച്ചയക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിലും അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു, പലപ്പോഴും മൃഗങ്ങൾ പോലും അസുഖമുള്ള മൃഗങ്ങൾ അദ്ദേഹത്തിനെ വന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. അവരെയെല്ലാം സുഖപ്പെടുത്തി അദ്ദേഹം തിരിച്ചുവിടുമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ആ സ്റ്റോറിയുടെ ക്രക്സിലേക്ക് എത്താം. മാർട്ടിൻ ഡെ പോറസ് ഈ പ്ലേഗ് ബാധ അവിടെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങിയപ്പോൾ മാർട്ടിൻ ഡെ പോറസിനോട് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ പറഞ്ഞു, ഈ എലികളെ മുഴുവൻ വിഷം വെച്ച് കൊല്ലണം. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോടും ഒരു മിസ്റ്റിക്കായിരുന്നു മാർട്ടിൻ ഡെ പോറസിന് ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അതായത് നമ്മളെല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുവാണല്ലോ ഈ വേൾഡിൽ. സോ ഹീ നെവർ വാണ്ടഡ് ടു ഹാം ലൈഫ്. സോ ഹി വാസ് പ്രോ ലൈഫ്. അപ്പോൾ മാർട്ടിൻ ഡെ പോറസ് പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഐറിയുടെ ഗാർഡനിലേക്ക് പോയതിന് ശേഷം അദ്ദേഹം എലികളെയെല്ലാം വിളിക്കുകയാണ്. അപ്പോൾ എലികളെല്ലാം കൂടി അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. അപ്പം എലികളുടെ നേതാവിൻ്റെ ചെവിയിൽ അദ്ദേഹം വിസ്പർ ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഹി ഗെറ്റ്സ് ദ നെയിം ദ റാറ്റ് വിസ്പറർ. എലികളുടെ നേതാവിൻ്റെ ചെവിയിൽ അദ്ദേഹം വിസ്പർ ചെയ്തു. ഇതാണ് വിസ്പർ ചെയ്തത്: എനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ നിങ്ങളെ പോയിസൺ ചെയ്യാനാണ്, പക്ഷെ ഞാനത് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ എന്നെ അനുസരിക്കണം. നിങ്ങൾ ഇനിയും ഒരു കാരണവശാലും ആശ്രമത്തിലുള്ള ആരെയും ശല്യപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടതെന്താണ്? ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം നിങ്ങൾക്ക് ഈ ഗാർഡനിൽ ഞാൻ എല്ലാ ദിവസവും തരും. അങ്ങനെ എലികളുമായി ഒരു പാക്റ്റ് ഉണ്ടാക്കി എന്നേക്കുമായി തൻ്റെ ഫ്രയറിയിലെ എലിയുടെയും പ്ലേഗിൻ്റെയും ശല്യം മാറ്റിയെടുത്ത ദ റാറ്റ് വിസ്പറർ എന്നറിയപ്പെടുന്ന മഹാവിശുദ്ധനെ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ പലപ്പോഴും പൗലോ കൊയ്ലോ പറഞ്ഞ ഒരു കോട്ട് ഉപയോഗിക്കാറുണ്ട്: വെൻ യു ഡിസയർ സംതിങ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ദെൻ ദ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ഫോർ യു ടു ഗിവ് ദാറ്റ് ടു യു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ മാർട്ടിൻ ഡെ പോറസിൻ്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടി ഒരു പടി മുകളിലായിരുന്നു. കാരണം ഹൃദയം കൊണ്ട് ഡിസയർ ചെയ്തത് കൊണ്ട് മാത്രമല്ല അത് സംഭവിച്ചത്, but because of extreme humility. And it is humility that connects you with nature and, creates that familial bond with the entire universe. അപ്പം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് സ്വാംശീകരിക്കാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമിലിറ്റിയാണ്. ബിക്കോസ് all these miraculous powers come from his humility. കാരണം അദ്ദേഹത്തിന് ഒരു മുള്ളറ്റ് രോഗം എന്ന് വിളിച്ചപ്പോൾ പോലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും വിളിച്ചവർക്ക് പ്ലേഗ് പിടിച്ച് മുറികളിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഫെലോ ഫ്രയേഴ്സിനെ മിറക്കുലസ്ലി അടച്ചിട്ട മുറികളിൽ കയറി സാന്ത്വനിപ്പിക്കുകയും അവരെ സുഖപ്രാപ്തിയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് that is the heroic lesson that we should take from this episode.